ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി എ സി ഉപയോഗം പഴയതുപോലെ തന്നെ ആക്കേണ്ടി വരും. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ എ സി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം അടക്കം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്കടക്കം നമ്മൾ എ സി ഓൺ ആക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ രാത്രിയും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ റൂം ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ പറയാൻ വേണ്ട, നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ലൈമറ്റ് ഡ്രൈ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചെറുതായിട്ട് മഴ വരുന്നുണ്ടെങ്കിലും പക്ഷേ ചൂടിന് വലിയ കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ചൂടിന് വലിയ കുറവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ എ സിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് നമ്മുടെ പഴയ വീട്ടിലേക്കൊക്കെ സംതിങ് ഒരു കമന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാനസോണിക് എ സിന്റെ റിവ്യൂ ആണ്. കുറേ പേര് പാനസോണിക് എ സിക്ക് സൗണ്ട് ഉണ്ട് വാങ്ങുന്നതിൽ കുറേ പേര് വരാറുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ ഓൾറെഡി 3 എ സിന്റെ നമ്മൾ ഓൾറെഡി എ സിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ എ സി ആണ് അതിൽ ഏറ്റവും എന്താ പറയുക റേറ്റ് കൂടിയ എ സി. അതായത് എൻ്റെ ഒരു നോർമൽ ഇവരുടെ എന്താ പറയുക സ്മാർട്ട് എ സി അല്ല, സ്മാർട്ട് എ സി പ്ലസ് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതായത് ഇതിൽ ഇൻബിൽഡ് ഹീറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ വലുതാണ്. അപ്പം നമ്മൾ ഇവരുടെ ബേസിക് വരുന്നത് ചെറിയ റിമോട്ടാണ്. അതുകൊണ്ട് വീട്ടിൽ നമ്മളോട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എടുക്കുന്നില്ല മാത്രം എന്താ വെച്ചാൽ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ അതിന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വേറെ കാര്യം താഴെ വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ 2 നോർമൽ എ സികളാണ്. അപ്പോൾ ഇതെല്ലാം കൺവേർട്ടബിൾ എ സി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. എൻ്റെ 55 കാണിക്കുന്നുണ്ട്. 55 എന്ന് പറയുമ്പോൾ 55 ഡിഗ്രി ആയിരിക്കും കുറേ പേര്. അത് ഞാൻ കൺവേർട്ട് മോഡ് ഇട്ടേക്കുന്നതാണ്. നമുക്ക് 40% തൊട്ട് 90% വരെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അത് 40%. ഇത് 55% ഞാൻ ഇട്ടേക്കുന്നത്. നമ്മുടെ റൂമിലാകിയപ്പോൾ ഒരാളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 55% ഇട്ടേക്കുന്നത്. അതായത് ടണ്ണേജ് കുറയും, ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. നമുക്ക് ഈ റേഞ്ചിൽ, അതായത് 40-45 റേഞ്ചിൽ നിങ്ങളൊരു 1.5 ടൺ എ സി നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ് പാനസോണിക് LG ഡൈക്കിൻ. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ LGനെ മാറ്റി നിർത്താം. എന്താ വെച്ചാൽ LGക്ക് ടണ്ണേജ് കുറവാണ്. 1.5 ടൺ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാത്തിലും 1.5 ടൺ എന്ന് പറയുമ്പോൾ 1.5 ടൺ കിട്ടില്ല. പാനസോണിക്കിനും ഡൈക്കിനൊക്കെ ഓൾമോസ്റ്റ് ഒരു 1.4 to 1.45 ഇടയിലാണ് ടണ്ണേജ് വരിക. LGക്ക് എനിക്ക് തോന്നുന്നത് 1.3 ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി LGക്കാണ് ടണ്ണേജ് കുറവ്. അപ്പോൾ ടണ്ണേജ് കുറയെന്ന് പറയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂളിംഗ് സാധാരണക്കാട്ടും സമയം എടുക്കും. അതായത് പാനസോണിക് 5 മിനിറ്റ് എടുത്തിട്ട് കൂളാവുന്ന സാധനം LGക്ക് ചിലപ്പോൾ ഒരു 8 മിനിറ്റ് എടുക്കേണ്ടി വരും. ഡൈക്കിനും പക്ഷേ സെയിം ആണ് പാനസോണിക്കായിട്ട്. അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ LG പൊട്ടേന്നല്ല പറഞ്ഞത് കേട്ടോ. പക്ഷേ LGക്ക് ഒരു പ്രത്യേകത വെച്ചാൽ LGയുടെ പാർട്സുകൾക്ക് ഭയങ്കര വില കുറവാണ്. അയ്യോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർട്സ് എന്തെങ്കിലും ഇപ്പോൾ വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ട്, ഇതെല്ലാത്തിനും ഒരു കൊല്ലമാണുള്ള വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മാറ്റേണ്ട പാർട്സും കാര്യങ്ങളൊക്കെ മരണമാവുന്നത് LGയുടെ പാർട്സിന് വില കുറവാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട് LGക്ക്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ഫോർ മണി സ്മാർട്ട് എ സി വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാനസോണിക് തന്നെയാണെന്ന് വെച്ചാൽ ഈ റേഞ്ചിൽ സ്മാർട്ട് എ സി തരുന്നത് മോഡൽ ഇതുവരെ തന്നെ ഉള്ളൂ. ഇപ്പോൾ LGയുടെ സ്മാർട്ട് എ സി എനിക്ക് തോന്നുന്നു 45 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് 1.5 ടണ്ണിൻ്റെ ഹോട്ട് ആൻഡ് കൂൾ മോഡൽ തന്നെ നമുക്ക് 45 റേഞ്ചിൽ കിട്ടും. ഓൺലൈനാണെങ്കിൽ അതിലും കുറഞ്ഞു കിട്ടും. അപ്പോൾ എന്താ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം. എന്താ വെച്ചാൽ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമായെന്ന് തോന്നുന്നുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ തന്നെ ഇത് ക്ലീൻ ചെയ്യാം. ആദ്യം ഒരു വർഷം 1 ഇയർ ആയപ്പോൾ കമ്പനിയിൽ നിന്ന് വെറുതെ ചുമ്മാ നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ ആളവെന്നുണ്ടെന്ന് അല്ലാണ്ട് അത് കാണിച്ചു തരാം 1 മിനിറ്റ്. അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അതിന് തന്നെ നമുക്കതിൻ്റെ ഞാൻ റിമോട്ട് കാണിച്ചത്. ഇതാണ് റിമോട്ട് വരുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതൊരു പവർ ബട്ടനാണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ. പിന്നെ ഇത് മോഡ് ബട്ടൺ. മോഡിൽ നമുക്ക് ഓട്ടോ മോഡ് ഉണ്ട്. നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാക്സിമം ഇതിൽ AI ഒക്കെ ഉണ്ട്, AI മോഡൊക്കെ ഉണ്ട്. AI മോഡ് നമുക്ക് റിമോട്ടിൽ ഇടാൻ പറ്റില്ല, ആപ്പ് ത്രൂ ഇടാൻ പറ്റും. സ്മാർട്ട് AC ആണല്ലോ. നിങ്ങളെപ്പോഴും AC റിമോട്ട് ചെയ്യുന്നെങ്കിൽ AC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോ മോഡിൽ എപ്പോഴും ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾക്ക് കൺസപ്ഷൻ കൺസപ്ഷൻ കുറയും കേട്ടോ. പിന്നെ ഇതിൽ വേറെ എന്തുള്ള പവർഫുൾ മോഡ് ഉണ്ട്. പവർഫുൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ട് ഫാനും സംഭവമൊക്കെ കറങ്ങും. പിന്നെ സ്വിംഗ് മോഡ് ഉണ്ട്, പിന്നെ സ്ലീപ്പ് മോഡ് ഉണ്ട്, ഫാൻ സ്പീഡ് ഉണ്ട്, പിന്നെ ക്ലീൻ മോഡ് ഉണ്ട്, കൺവേർട്ട് മോഡ് ഉണ്ട്, ഡിസ്പ്ലേ മോഡ് ഉണ്ട്, ടൈമർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ക്യാൻസൽ ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ലോക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്രയുള്ള സാധനം. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൻ്റെ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫാൻ ഇട്ടേക്കുന്നത് 2ലാണ്, മാക്സിമം 3ലാണ് വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കുക. സൗണ്ട് ഒന്നും ഇല്ല. ഞാൻ വേണമെങ്കിൽ ഇതിപ്പോൾ പവർഫുൾ മോഡിലിടാം. ഞാൻ പവർഫുൾ മോഡിലിട്ടു. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. പവർഫുൾ എഴുതി കാണിച്ചു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പവർഫുൾ മോഡ്. അപ്പോൾ ഫാൻ നമ്മുടെ നോർമലി നമ്മൾ എന്താ പറയുക, ഒരു കൂളറിനൊക്കെ ഫാനിൻ്റെ സൗണ്ട് വരില്ല. അതാണ് ഇതിൽ മാക്സിമം വരുന്ന സൗണ്ട്. ഈ സൗണ്ട് കേട്ടോണ്ട് ആർക്കും ഉറങ്ങാണ്ടിരിക്കാനൊന്നും പറ്റില്ല. കുറേ പേര് എന്തൊക്കെയോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലത്തെ 2023 മോഡലിൽ ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ബാച്ചിന് മാത്രമായിരുന്നു ആ സൗണ്ട് വരുന്നത്. അത് മെയിൻലി ഔട്ട്ഡോർ യൂണിറ്റിലായിരുന്നു. പക്ഷെ അതൊക്കെ സോൾവ് ആയിട്ട് കുറെ കാലമായി സോൾവ് ആയിട്ട്. ഒന്നാമത് 2023 മോഡലൊന്നും ഈ 2024 2025 പോയി വാങ്ങിക്കാണ്ടിരിക്കുക. 2026 ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 2025 മോഡൽ വാങ്ങിക്കാം.
അപ്പോൾ ഈ കടയിൽ പോയിട്ട് ഇങ്ങനെ കുറേ പേര് പഠനവരുണ്ട്. അവന്മാർ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഈ മോഡൽ നമ്പർ മനസ്സിലാക്കാൻ ഭയങ്കര പാടാവും. അവന്മാരുടെ എന്താ വെച്ചാൽ ഒന്നാമത് ഓഫ്ലൈൻ മോഡലും ഓൺലൈൻ മോഡലും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ മോഡൽ നമ്പർ കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഓൺലൈനൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ മോഡൽ നമ്പർ അതുമ്പോൾ ബ്രാക്കറ്റിൽ ഇട്ടുണ്ടായിരിക്കും, സുഖമായിട്ട് എടുക്കാം. അപ്പോൾ ആമസോണിൻ്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയണമെങ്കിലും നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഞാൻ ഈ വാങ്ങിച്ച മോഡലും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. ഫ്ലിപ്കാർട്ടിന് ടാഗ് ചെയ്യാം, ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെ നിന്ന് വാങ്ങിക്കാൻ മതി, അല്ലെങ്കിൽ പിന്നെ ഓഫ്ലൈൻ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാം. അപ്പോൾ ആരെങ്കിലും പരിചയമുള്ള കടകളോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാം. പ്രൈസ് നോക്കിയിട്ട് എവിടെയാണ് പ്രൈസ് കുറഞ്ഞു കിട്ടണേ അവിടെ പോയി വാങ്ങിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കണം ഓഫ്ലൈൻ വാങ്ങിക്കണമെന്നൊന്നുമില്ല. രണ്ടായാലും കമ്പനി തന്നെ സർവീസ് ഉള്ള ബ്രാൻഡ് വാറണ്ടി ഉള്ളൂ. ഈ ഇന്ന് പോയിട്ട് കടയിൽ നിന്ന് പണ്ടത്തെ പോലെ അല്ല, ഇന്ന് പോയിട്ട് കടയിൽ നിന്ന് പോയി എടുത്തു, സാധനം അവിടെ കൊണ്ടുവന്നു, വെച്ചിട്ട് അപ്പം തന്നെ കംപ്ലൈൻറ്റ് കടയിൽ പോയി പറഞ്ഞാൽ അവർ പോയി പണി വെക്കാൻ പറയും. ഇപ്പോൾ നിങ്ങളുടെ ബില്ലിലടക്കമുണ്ട് വാറണ്ടി സർവീസ് എല്ലാം. ആ സംഭവം പണ്ടത്തെ പരിപാടിയൊന്നും ഇല്ല. പണ്ട് കടയിൽ പോയിട്ട് പറഞ്ഞ പരിപാടി അവിടെ ശരിയാക്കിയിട്ട് അവർ റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഓൺലൈൻ വാങ്ങിക്കലും ഓഫ്ലൈൻ വാങ്ങിക്കലൊക്കെ കണക്കാണ്. എവിടെ നിന്നാണോ കുറഞ്ഞ് കിട്ടുന്നത്, നല്ല മോഡൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പവർഫുൾ മോഡ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഫാൻ സൗണ്ട് വരുന്ന മോഡൽ. ഇപ്പോൾ നോർമലാണെങ്കിൽ ഇതാണ് ഇപ്പോൾ നോർമൽ. ഇത് ക്വയറ്റ് മോഡ്. ഇതിൽ ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞ സാധനം വേറെ ഉണ്ട്. ഒന്നുകൂടി ഫാൻ സ്പീഡ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഹൈ ഫാനായി, ഇത് ഓട്ടോ മോഡായി. ഓട്ടോ മോഡുള്ള ഫാനിൻ്റെ ആക്കാരാണ്, സൗണ്ട് പോലും കേൾക്കില്ല. അത് മാത്രമല്ലാണ്ട് ഒരു ക്വയറ്റ് മോഡും ഉണ്ട്. ഇതാണ് ക്വയറ്റ് മോഡ്. ഇത് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല, അത്രയും സൈലൻ്റ് ആണ് സാധനം. ഇതിനെയാണ് കുറേ പേര് ഞാൻ ഇതിന് വീഡിയോ ഇട്ടൊക്കെയാണ് ഇതുകൊണ്ട് ഒരുത്തം വന്ന് കമൻറ്റ് ചെയ്തൊക്കെ എന്താണ് അതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് സംഭവം. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് അടുത്ത് കാണിച്ചു തരാം ഈസി. അത് ഇനിയിപ്പോൾ അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാനസോണിക്കിൻ്റെ 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ AC ട്ടാ. ഇത് ഹോട്ട് ആൻഡ് കോൾഡ് മോഡലാണ്. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് വരുന്നൊന്ന് നോക്കി നോക്കുക. പോരാത്തതിന് ഞാൻ അതിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കയറിട്ടിരിക്കുന്നത്, മൈക്ക് എൻ്റെ മുമ്പിലായിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സൗണ്ട് വരുന്നൊന്ന് നോക്കുക കേട്ടോ. ഇതാണ് AC. ഈ സ്റ്റിക്കർ നോക്കണ്ട, ഞാൻ സെപ്പറേറ്റ് ഒട്ടിച്ചാട്ടാ. ഇതേപോലെ തന്നെയാണ് നമ്മൾ മറ്റേ നോർമൽ AC വയ്ക്കുമ്പോഴും അതിൻ്റെയും ഇതേപോലെ സൗണ്ടും വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 2024 മോഡൽ അതൊക്കെ. ഇപ്പോൾ 25 മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 25 മോഡൽ വാങ്ങിച്ചാൽ മതിട്ടാ. അതുപോലെ തന്നെ നമുക്ക് പവർ കൺസപ്ഷനൊക്കെ നമുക്ക് ഇതിൻ്റെ ആപ്പിൽ കാണാൻ പറ്റും. ഇവർക്ക് ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് മിറായി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം ആപ്പ്. ഒരു മിനിറ്റ്, ഇവിടെ പോയി. ആപ്പ് അത്യാവശ്യം നല്ല ആപ്പാണ് കേട്ടോ. ഇതാണ് ആപ്പിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത് കേട്ടോ. ആപ്പ് തൽക്കാലം അപ്ഡേറ്റ് ചെയ്യാൻ ഒരു സമ്മതിക്കില്ല. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ മിറായി ആപ്പ് വരുന്നത്. 2% ഉള്ളത്. ഇപ്പോൾ ഓപ്പൺ ആവും. നമ്മുടെ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ലോഗിൻ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇത് കൂടെ കൺട്രോൾ ചെയ്യാൻ റിമോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിലാകുമ്പോൾ നമുക്ക് AI മോഡിന് സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് AI മോഡ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഉണ്ട് മിറായി എന്ന് പറഞ്ഞാൽ AI എന്ന് പറയുന്നത് AI ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും പാനസോണിക് AC ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് AI മോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് റൂമിലാണ് നിങ്ങൾ വെച്ചാൽ അവിടെ കാണിക്കും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ, ഇവിടെ ഒരു സാധനം കണ്ടോ, AI മോഡ് കൺട്രോൾ AC ആൻഡ് ഫാൻ ഇൻ്റലിജൻ്റ്ലി. അവിടെ ഈ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് കേൾക്കും, ഓണായി കണ്ടോ. അവിടെയും AI എന്ന് കാണാൻ കണ്ടോ, നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കും AI എന്ന് 3 വട്ടം ബീപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഫുള്ളി AI. അതുപോലെ തന്നെ ഉള്ളിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടാക്കാനും കൺവേർട്ട് ചെയ്യാനും സ്വിങ് ചെയ്യാനും അത് മോഡലുള്ള എല്ലാ സംഭവം. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എനർജി കൺസപ്ഷൻ വരുന്നുണ്ട്. കണ്ടു 40.2 kWh 17 ഫെബ്രുവരി 2021 തൊട്ട് 23 ഫെബ്രുവരി 2026. ഒരു 1 വീക്കൊക്കെ ആരും കാണിക്കുന്നത്. നമുക്കത് മാറ്റാം. ഡെയിലി വീക്ക്ലി കണ്ടു. വീക്കിലി നമുക്ക് 157 kWh നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മന്ത്ലി പ്രത്യേകിച്ച് കണ്ടു 7 മാസത്തേക്ക് നമുക്ക് 323.4 kWh കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാനസോണിക് ACൻ്റെ റിവ്യൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമ്പനി ചെയ്താൽ മതി. നമ്മളെല്ലാ കമ്പനി റിപ്പോക്കുന്നതാണ്. നമ്മൾ ടാഗ് ചെയ്യുന്ന ACകൾ ഈ 3 അല്ല, നമ്മൾ അത്യാവശ്യം നല്ല റേഞ്ചിൽ 35-30 റേഞ്ചിലുള്ള ACകളൊക്കെ നമ്മൾ ടാഗ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. നിങ്ങൾ വീഡിയോൻ്റെ മുകളിൽ തന്നെ കാണിക്കും. ഫ്ലിപ്കാർട്ട് ലിങ്ക് വരിക, അല്ലെങ്കിൽ പിന്നെ ആമസോൺ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്തോളാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആണല്ലോ.